അപ്പോൾ നമ്മുടെ മമ്മിയുടെ ഈസി ആൻഡ് സിമ്പിൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ചൂടാക്കി പൊടിക്കേണ്ട ഐറ്റംസാണ്. അപ്പോൾ മമ്മി ഉണ്ടാക്കുന്ന ഈ സ്പെഷ്യൽ രസം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടി എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കാശ്മീരി റെഡ് ചില്ലിയാണ്. അതൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു സാധാരണ മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി എടുത്തിരിക്കുന്നത് നല്ലൊരു കളറ് കിട്ടാനും മുളക് എടുത്തിരിക്കുന്നത് കുറച്ച് എരിവിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് കുരുമുളകിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുരുമുളക് എടുത്തിരിക്കുന്നത് മുഴുവൻ കുരുമുളകാണ്. അതെടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം കൂടുതലെന്ന്, ഏതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം കൂടുതലെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഒന്നല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചുവന്ന മുളകിൻ്റെ വറ്റൽ മുളകിൻ്റെ എണ്ണം കൂട്ടുക, അല്ലെങ്കിൽ കുരുമുളക് ഇത്ര എടുക്കുക. അപ്പോൾ അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണോളം നമ്മളുടെ നല്ല ജീരകം അത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ചൂടാവണം. അപ്പോൾ അതിലെന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ. അതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ജീരകം ചൂടായതിന് ശേഷമാണ് ബാക്കിയുള്ളത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ചൂടായി എന്നറിയാനായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഒരു 10 സെക്കൻഡിനുള്ളിൽ അത് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അത് ചൂടായെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളകില്ലേ, 2 കശ്മീരി മുളകും 1 വറ്റൽ മുളകുമാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതും ഒരു 10-15 സെക്കൻഡ് ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂണോളം കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും അതിനെയും കൂടി ഇട്ടിട്ട് നമ്മൾ ചൂടാക്കിയിട്ടെടുക്കണം. ഇതും കൂടി ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് തീ ഓഫ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പൊടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് ചൂടാക്കിയിട്ടെടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇത് നമ്മൾ തണുക്കാനായിട്ട് അനുവദിക്കണം. അത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം നോക്കാം. അപ്പോൾ അതാ നമ്മൾ ചൂടാക്കി വെച്ച ഐറ്റംസൊക്കെ ഇപ്പം നല്ല പോലെ ചൂട് ആറിയിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് നമ്മളിനി ഇതൊന്ന് കറക്കിയെടുക്കാൻ പോവാണ്. ആദ്യം ഒറ്റ പ്രാവശ്യം കറക്കിയെടുക്കും. അതിനുശേഷം ഇത്രത്തോളം വെളുത്തുള്ളി അതിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 10-15 എണ്ണം കാണും കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് കറക്കിയെടുത്തതിന് ശേഷം ഈ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഒരു 1/2 സ്പൂണോളം കായത്തിൻ്റെ പൊടി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കണം. ഒരുപാട് പൊടിഞ്ഞൊന്നും പോകേണ്ടത്, ഇതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ 1 കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി ഇട്ടിട്ട് വെക്കണം. അത് എന്നിട്ട് കുതിരാനായിട്ട് അനുവദിക്കണം. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് ചൂടായിട്ട് വരണം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അത് വഴറ്റി കൊടുക്കണം. നന്നായി വഴന്ന് അതൊന്ന് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. ആ തക്കാളിയുടെ ഒരു പുളിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന വരയ്ക്ക് നമുക്കിതൊന്ന്
വഴറ്റി കൊടുക്കാം. ഈ തക്കാളി വെന്ത് കിട്ടുന്ന ടൈം കൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുളി പിഴിഞ്ഞ് ഇതുപോലൊരു കപ്പാക്കിയിട്ട് എടുത്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പുളിയുടെ ഒരു പുളിപ്പുണ്ടായിരിക്കുമല്ലോ, അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന പുളിയുടെ അളവിൽ വ്യത്യാസം വരുത്തണം. അവസാനം ഞാൻ ഇത്ര എടുക്കാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത്ര എടുത്തതെന്നൊന്നും പറഞ്ഞേക്കരുത്. നോക്കിയും കണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുക. ഒരുപാട് പുളിപ്പൊന്നും ആവശ്യമില്ല. അപ്പോൾ രസം വല്ലാണ്ട് പുളിച്ചു പോവും. ചെറിയൊരു പുളിരസം മാത്രമേ രസത്തിന് വേണ്ടൂ കേട്ടോ. വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ തക്കാളിയൊക്കെ കണ്ടോ, നല്ലൊരു മഷി പോലെ ആയിട്ടുണ്ട്, നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ വിപ്പ് ചെയ്തെടുത്തില്ലേ, ആ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തു, ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പോളം വാളംപുളി, അതിൻ്റെ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ പുളിവെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1-2 കപ്പ് വീണ്ടും നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് രസം വേണോ അത്രത്തോളം വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കണം. ഈ വെള്ളവും നമ്മുടെ പുളിവെള്ളവും എല്ലാം കൂടി കിടന്ന് നല്ല പോലെ തിളയ്ക്കാൻ തുടങ്ങും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ രസം തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇതിങ്ങനെ തന്നെ കിടന്ന് തിളച്ചോട്ടെ. എന്നാലാണ് ആ പുളിയുടെ ഒരു പുളിപ്പ് രസമൊക്കെ കുറഞ്ഞ് നല്ലൊരു ടേസ്റ്റിലേക്ക് വരുള്ളൂ. അപ്പോൾ അതുവരേക്കും കിടന്ന് തിളക്കട്ടെ കേട്ടോ. ഹായ്, എന്താണ്? ഗുഡ് ബോയ് ആണ്. ഇപ്പോൾ ദാ നമ്മുടെ രസം നന്നായി തിളച്ച് അതിൻ്റെ പാകത്തിനും പരുവത്തിനുമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് രസം ഒരു രസമായി മാറുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ബാക്കി നമ്മൾ കടുക് താളിച്ചൊഴിക്കേ വേണ്ടൂ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. കടുക് താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുക്കുക. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഇതാ 2 തണ്ട് കറിവേപ്പിലയും ഒരു 2-3 വറ്റൽമുളകും ഒരു 2 ചെറിയുള്ളിയും ഇതാ ഇവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആദ്യം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 സെക്കൻഡ് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് മൂത്ത് നമ്മുടെ പുളിയുറുമ്പില്ലേ അതിൻ്റെ കളറായിട്ട് മാറും. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ വറവലെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വേഗം തന്നെ ഒരു മൂടി എടുത്തിട്ട് ഇത് അടച്ചു കൊടുക്കണം. ഒരു 2 മിനിറ്റ് ഇതിൻ്റെ ഒരു മണമൊക്കെ ഇതിൽ പിടിക്കത്തക്ക വിധത്തിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ രസം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇച്ചിരി തണുത്തു. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് നോക്കിയാലോ. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കണ്ടേ? അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. രസം ദാ ഞാൻ ശരത്തേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. കുടിച്ചു നോക്കിയിട്ട് എന്താണ് അഭിപ്രായമെന്ന് ഇപ്പോൾ കേൾക്കാം. എങ്ങനെയുണ്ട് രസം? ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാമോ? മമ്മി പുതിയതായിട്ട് കണ്ടുപിടിച്ച രസമാണ് കേട്ടോ. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള രസം. നല്ലല്ലേ? മല്ലിയില നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ ശരത്തേട്ടൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ രസം അടിപൊളിയായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള രസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ.